ചാത്തുക്കുട്ടി ചേട്ടാ നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് ചാത്തുക്കുട്ടി ചേട്ടാ പേപ്പറിൽ വിശേഷങ്ങള്? ചാത്തുക്കുട്ടി ചേട്ടൻ രാവിലെ എന്ത് കഴിച്ചു? ഇത്രയും ദിവസമായിട്ട് ചാത്തുക്കുട്ടി ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. പിന്നെ ആരൊക്കെ ഉണ്ട്, എത്ര കുട്ടികളുണ്ട്? എന്താ കുട്ടികളെയൊക്കെ കൊണ്ടുവരാത്തത്? അവര് ബസ്സിൽ കയറി ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിക്കട്ടെ. ഹംസ, വത്സ, എന്തൊക്കെയുണ്ട്? പിന്നെ നിങ്ങളുടെ ഊണ്, കാപ്പി, ചായ ഇതിനെ കുറിച്ചൊന്നും ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. സമയമില്ലാത്തതുകൊണ്ടാണ് വേറെ വിചാരിക്കരുത്. ഞാനൊരു കാര്യം ചെയ്യാം, നാളെ മുതൽ നല്ല മനോഹരമായ ഊണ് ഒരു കാരിയറിലാക്കി കൊണ്ടുവരാം. നിങ്ങളുടെ എന്ത് പ്രശ്നവും പ്രോബ്ലംസും എന്നോട് സംസാരിക്കാം. ഏത് കാര്യവും സ്വതന്ത്രമായിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങളെ ദയവ് ചെയ്ത് എന്നെ ഒരു മുതലാളിയായിട്ട് കാണട്ടെ. അയ്യോ, അത് പറ്റില്ല. മുതലാളി ഞങ്ങളുടെ ദൈവമല്ലേ. എന്റെ അച്ഛൻ ചോദിച്ചു മുതലാളിയുടെ ഒരു ഫോട്ടോ എന്തിനാ വീട്ടിൽ തൂക്കാൻ. അയ്യോ, നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അതായത് ഈ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് ആരാ പറഞ്ഞത്?